ഹലോ, വെൽക്കം ടു അനദർ ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ജനുവരിയിൽ നടന്ന കേഡറ്റ് കാറ്റഗറി 1ന്റെ EVS ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ധാന്യകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഈ ധാന്യകം നിർമ്മിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ CHO എന്നീ മൂലകങ്ങൾ കൊണ്ടാണ് ധാന്യകം ഉൽപ്പാദിപ്പിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ, ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണം ഏത്? നമുക്കറിയാം, സസ്യശരീരങ്ങളിൽ പുരുഷലിംഗാവയവും സ്ത്രീലിംഗാവയവും കാണപ്പെടുന്നുണ്ട്. പുരുഷലിംഗാവയവത്തെ കേസരപുടമെന്നും സ്ത്രീലിംഗാവയവത്തെ ജനിപുടം എന്നും പറയപ്പെടുന്നു. ഇനി ഇവയിൽ ഏതെങ്കിലും ഒന്ന്, കേസരപുടമോ ജനിപുടമോ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ ഏകലിംഗ പുഷ്പം, ഏകലിംഗ സസ്യം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇവ രണ്ടും കാണപ്പെടുന്ന, കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന സസ്യങ്ങളെ ദ്വിലിംഗ പുഷ്പം എന്നും പറയുന്നു. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ്, ജാതിക്കയാണ് റൈറ്റ് ആൻസർ. മറ്റുള്ളവയൊക്കെ എന്താണ്? ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? നമുക്കറിയാം, ഉത്തോലക നിയമം ആവിഷ്കരിച്ചിട്ടുള്ളത് ആർക്കിമിഡീസ് ആണ്. ദാരത്തെയും രോധത്തെയും യത്നത്തെയും ആസ്പദമാക്കി രൂപീകരിച്ച നിയമമാണ് ഉത്തോലക നിയമം. ഇതിൽ തന്നെ ഒന്നാം വർഗ ഉത്തോലകം, ദാരം, രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളെയാണ് നമ്മൾ ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ദാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോധത്തിന്റെയും യത്നത്തിന്റെയും കേന്ദ്രബിന്ദുവാണ്. യത്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ യത്നം, കൊടുക്കുന്ന ഭാഗത്തെയാണ് യത്നം എന്ന് പറയുന്നത്. ഇനി രോധം, എവിടെയാണോ നമ്മൾ ലോഡ് വെക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ എഫേർട്ട് കാണപ്പെടുന്നത്, ആ ഭാഗത്തെയാണ് നമ്മൾ രോധം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഒന്നാം വർഗ ഉത്തോലകത്തില് ദാരം രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നു. ഉദാഹരണം സീസോ, പ്ലെയർ, കപ്പി, നഖം വെട്ടി, കത്രിക, ത്രാസ്. ഇനി രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരിക. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് സെൻട്രൽ, നമ്മൾ കൊടുക്കുന്ന ലോഡ്, ഉണ്ടാവുന്ന ലോഡ് സെൻട്രൽ വരുന്നതിന് നമ്മൾ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. ഇപ്പോൾ നാരങ്ങനയ്ക്ക്, വീൽ ചെയർ, ബോട്ടിൽ ഓപ്പണറിനൊക്കെ ലോഡ് വരുന്നത്, രോധം വരുന്നത് സെൻട്രലാണ്. ഇനി മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യത്നം സെൻട്രൽ വരിക, രോധത്തിനും ദാരത്തിനും ഇടയിൽ യത്നം, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് സെൻട്രൽ വരുന്നതിനെയാണ് നമ്മൾ മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, പാക്ക് വെട്ടിയാണ് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഏതെല്ലാം മിശ്രിതങ്ങൾ ചേർന്നതാണ് LPG? LPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള ബ്യൂട്ടൈൻ, പ്രൊപ്പൈനും ചേർന്നതാണ് LPG എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ദിവസം എന്ന്. നമുക്കറിയാം, ആൻസർ 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചാണ് ജൂലൈ 14 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണം ഏത്? ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേട്ടക്കാരൻ, സപ്തർഷികൾ, തിരുവാതിര, വൃശ്ചികം. ആൻസർ സപ്തർഷികളാണ്. നമുക്കറിയാം, ഏപ്രിൽ മാസം ദൂരദർശിനിയുടെ സഹായമില്ലാതെ കാണാൻ കഴിയുന്ന നക്ഷത്രഗണത്തിൽ പെട്ട ഒന്നാണ് സപ്തർഷി എന്ന് പറയുന്നത്. മറ്റ് രണ്ട് നക്ഷത്രഗണങ്ങളാണ് സിംഹരാശിയും സർപ്പരാശിയും. അടുത്ത ക്വസ്റ്റ്യൻ,
മുളച്ച വിത്ത് വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വരുന്നതിന് കാരണമായ പ്രസ്താവന ഏതാണ്? മുളച്ച വിത്ത് വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വരുന്നതിന് കാരണമായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. കാണ്ഡം വണ്ണം വെക്കുന്നത് മൂലം, ഇലകൾ വളർന്നു വരുന്നതിനാൽ, സസ്യം സ്വന്തമായി ആഹാരം നിർമ്മിച്ചത് മൂലം, ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നത് മൂലം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നത് മൂലമാണ് ബീജപത്രം ചുരുങ്ങി വരുന്നതിന്. കാരണം നമുക്കറിയാം, മുളക്കുന്ന ഘട്ടത്തിൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ സംഭരിച്ചു വെക്കുന്നത് ബീജപത്രത്തിലാണ്. മുളച്ചു വരുന്ന ഘട്ടത്തിൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ സംഭരിച്ചു വെക്കുന്നത് ബീജപത്രത്തിലാണ്. അത് ഉപയോഗിക്കുന്നത് മൂലമാണ് ബീജപത്രം ചുരുങ്ങി വരുന്നതിന് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനം നടന്ന സംഭവം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവസാനം നടന്നിട്ടുള്ള സംഭവം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ക്വിറ്റ് ഇന്ത്യ നടന്നിട്ടുള്ളത് 1942 ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് 1917 അതുപോലെ തന്നെ ഉപ്പു സത്യാഗ്രഹം നടന്നിട്ടുള്ളത് 1930 അതുപോലെ ജാലിയൻ വാലാബാഗ് സംഭവം നടന്നിട്ടുള്ളത് 1919 ഈ താഴെ തന്നിരിക്കുന്നവയിൽ അവസാനം നടന്നിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരം വരുന്നത് ക്വിറ്റ് ഇന്ത്യ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഡിസംബർ 1 അമാവാസിയായാൽ തൊട്ടടുത്ത അമാവാസി എന്നാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2024 ഡിസംബർ 1 അമാവാസിയായാൽ തൊട്ടടുത്ത അമാവാസി എന്നാണ്. നമുക്കറിയാം, 2 അമാവാസികൾക്കിടയിലുള്ള സമയം എന്ന് പറയുന്നത് 29.5 ദിവസം അഥവാ 29.5 ദിവസമാണ് 2 അമാവാസികൾക്കിടയിലുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ 29.5 അഥവാ 30 ദിവസം എന്ന് കൂട്ടാം. അപ്പോൾ 2024 ഡിസംബർ 1 അമാവാസിയെങ്കിൽ അടുത്ത 30 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ളത് ഡിസംബർ 31 2024 ഡിസംബർ 31 അടുത്ത അമാവാസി കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് പറയാം. മരച്ചീനി, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്. മരച്ചീനി, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഒഴിച്ച് മറ്റുള്ളവയെല്ലാം സംഭരണ വേരുകളാണ്. പക്ഷേ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഭൂഗർഭ തണ്ടാണ്, സ്റ്റെമ്മാണ് എന്ത് വരുന്നത്, ഉരുളക്കിഴങ്ങ് വരുന്നത്. പക്ഷെ മറ്റുള്ളവയെല്ലാം റൂട്ട്സ് ആയിട്ടാണ് വരുന്നത്, സംഭരണ വേരുകൾ, സ്റ്റോറേജ് റൂട്ട്സ് ആയിട്ടാണ് മറ്റുള്ള മരച്ചീനി, ബീട്രൂട്ട്, ക്യാരറ്റ് എല്ലാം വരുന്നത്. പക്ഷെ ഉരുളക്കിഴങ്ങ് ഭൂഗർഭ തണ്ടായിട്ടാണ് കാണപ്പെടുന്നത്, അത് ഒരു സംഭരണ വേരല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാൻ ആര്? ഓപ്ഷൻ എ ചാർട്ട്, ഓപ്ഷൻ ബി കാർട്ടൂൺ, ഓപ്ഷൻ സി പനോരമ, ഓപ്ഷൻ ഡി ഗ്രാഫ്. ഇതിൽ ഒറ്റയാൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർട്ടൂൺ. മറ്റുള്ളവയെല്ലാം എന്താണ്, ഒരു ഗ്രാഫിക് എയ്ഡുകളാണ്. കാര്യം നമുക്ക് ഒരു കാര്യം വിവരങ്ങൾ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എയ്ഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ചാർട്ട്, പനോരമ, ഗ്രാഫ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ കാർട്ടൂൺ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് എയ്ഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ കോൺവെക്സ് ലെൻസ് ആണ് എന്തിനു ഉപയോഗിക്കുന്നത്, മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ വസ്തുക്കളെ വലുതാക്കി കാണാൻ കഴിയുന്നത് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായിട്ടുള്ള ഭാഗം ഏത്? പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായിട്ടുള്ള ഭാഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇനാമലാണ്. ഇനാമലാണ് പല്ലിൽ കാണപ്പെടുന്നിട്ടും കട്ടിയുള്ളതും നിർജീവമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇനാമലാണ്. ഇനി കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ pH മൂല്യം എത്ര? കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ pH മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 6.5 to 7.5 ആണ് നമ്മളെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ pH മൂല്യം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ
തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാസാദ്വാരം, ശ്വസനി, ശ്വാസകോശം. നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. നാസാദ്വാരം, ശ്വാസകോശം, ശ്വസനി, ശ്വസനി, നാസാദ്വാരം, ശ്വാസകോശം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. നാസാദ്വാരം കഴിഞ്ഞതിന് ശേഷമാണ് ശ്വാസനാളം വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ശ്വസനി, അത് കഴിഞ്ഞതിന് ശേഷമാണ് ശ്വാസകോശം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏത്? ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആൽബട്രോസ് ആണ് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി. ആൽബട്രോസ് ആണ് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി. ഇനി കിടപ്പുമുറിയിൽ ചെടികൾ വളർത്താൻ പാടില്ലെന്ന് പറയുന്നതിന് കാരണം ചെടിയുടെ സാന്നിധ്യം മൂലം രാത്രി മുറിയിൽ എന്തുണ്ടാവും? കിടപ്പുമുറിയിൽ ചെടികൾ വളർത്താൻ പാടില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം ചെടിയുടെ സാന്നിധ്യം മൂലം രാത്രിയിൽ മുറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയാണോ, ഓക്സിജൻ കൂടുകയാണോ, അതോ ഓക്സിജൻ കുറയുകയാണോ, കാർബൺ ഡൈ ഓക്സൈഡ് കുറയുകയാണോ ചെയ്യുന്നത്? രാത്രി കിടപ്പുമുറിയിൽ ചെടികൾ വളർത്താൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് മൂലമാണ്? രാത്രിയിൽ എന്താണ് ഉണ്ടാവുക? നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെടികൾ എന്ത് ചെയ്യാണ്? ശ്വസന പ്രക്രിയയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തുവിടുന്നത്. അത് നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ചെടികൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും, അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കിടപ്പുമുറിയിൽ രാത്രി ചെടികൾ വളർത്താൻ പാടില്ല എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാനിടയുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജനറേറ്ററിൻ്റെ സഹായമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സ്. ജനറേറ്ററിൻ്റെ സഹായമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ജലം, അണുശക്തി, തിരമാല, സൂര്യപ്രകാശം. ആൻസർ സൂര്യപ്രകാശമാണ് വരുന്നത്. സൂര്യപ്രകാശം നമുക്കറിയാം, സോളാർ പാനൽ ഉപയോഗിച്ച് നേരിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയും. അവിടെ ഒരു ജനറേറ്ററിൻ്റെ സഹായം ആവശ്യമില്ല. അടുത്തത്, വൈറസ് രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈറസ് രോഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വസൂരി, ചിക്കൻ ബോക്സ്, ജലദോഷമാണ് വൈറസ് രോഗങ്ങൾ. മറ്റുള്ള വൈറസ് രോഗങ്ങൾ നോക്കാം. ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാഴ്സ്, പോളിയോ, പേവിഷബാധ, ജലദോഷം, മീസിൽസ്, എയ്ഡ്സ്, ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ്, എബോള, മുണ്ടിനീര്, പന്നിപ്പനി, പക്ഷിപ്പനി, ഇൻഫ്ലുവൻസ, ജപ്പാൻ ജ്വരം, വസൂരി, കോവിഡ്, നിപ്പ, സ്മോൾ പോക്സ്, കുരങ്ങുപനി, അരിമ്പാറ. ഇവയെല്ലാം എന്താണ്? വൈറസ് രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അനുഭവപ്പെടുന്ന പ്രശ്നത്തിന് നേടിയ മുന്നറിവ് വെച്ചോ പ്രാഥമിക നിരീക്ഷണത്തിലൂടെയോ രൂപീകരിക്കുന്ന പ്രാഥമിക നിഗമനത്തെ നമ്മൾ എന്താ പറയുക? നമ്മൾ അനുഭവപ്പെടുന്ന പ്രശ്നത്തിന് നേടിയ നമ്മുടെ മുന്നറിവ് വെച്ചിട്ടോ അഥവാ നമ്മുടെ പ്രാഥമിക നിരീക്ഷണം വെച്ചിട്ടോ നമുക്കൊരു പ്രാഥമിക നിഗമനം രൂപീകരിക്കില്ലേ? ഈ നിഗമനത്തിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ എ ഉദ്ഗ്രഥനമാണോ, നിഗമനമാണോ, പരികൽപ്പനയാണോ, വിശകലനമാണോ? ആൻസർ ഓപ്ഷൻ സി ആണ്, പരികൽപ്പന. അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു പരികൽപ്പന രൂപീകരിക്കുകയാണ്. നമുക്കറിയുന്ന മുന്നറിവ് വെച്ചിട്ടോ ഇന്നതാവാന്നുള്ളൊരു പരികൽപ്പന രൂപീകരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപടത്തിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറമേത്? ഭൂപടത്തിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറമേത്? ഓപ്ഷൻ ബി ആണ്, വെള്ളയാണ് ഭൂപടത്തിൽ അഥവാ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം. മറ്റുള്ള നിറങ്ങൾ നോക്കാം. പച്ച നൈസർഗിക സസ്യജാലങ്ങളെയാണ് നമ്മൾ പച്ച ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ കൃഷിയിടത്തെ സൂചിപ്പിക്കാൻ മഞ്ഞ നിറമാണ് നൽകുന്നത്. പാർപ്പിടങ്ങൾ, റോഡുകൾ ഇവയെ സൂചിപ്പിക്കാൻ ചുവപ്പ് നിറമാണ്. അതുപോലെ കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈന് ഇതിനൊക്കെ സൂചിപ്പിക്കാൻ കറുപ്പ് നിറമാണ് കൊടുക്കുന്നത്. അതുപോലെ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നീല നിറം, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ ഇതിനൊക്കെ തവിട്ട് നിറമാണ് കൊടുക്കുക. അതുപോലെ തരിശുഭൂമിയെ സൂചിപ്പിക്കാൻ വെള്ള നിറമാണ് നൽകുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, വെള്ള നിറമാണ് നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓർക്കിഡ് എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്.
ആതിഥേയ സസ്യത്തിൽ നിന്നും ജലം വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി ആഹാരം നിർമ്മിക്കുന്നു. ആതിഥേയ സസ്യത്തിൽ നിന്നും ജലം വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി ആഹാരം നിർമ്മിക്കുന്നു. അടുത്തത് മൂടില്ലാത്താളി പൂർണ്ണപരാഗ സസ്യമാണ്. മൂടില്ലാത്താളി പൂർണ്ണപരാഗ സസ്യമാണ്. അടുത്തത് ചന്ദനം അർദ്ധപരാഗ സസ്യമല്ല. ചന്ദനം അർദ്ധപരാഗ സസ്യമല്ല. ഇവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ചന്ദനം അർദ്ധപരാഗ സസ്യമല്ല. അത് തെറ്റാണ്. ചന്ദനം അർദ്ധപരാഗ സസ്യമാണ്. നമുക്കറിയാം എന്താണ് എപ്പിഫൈറ്റ്, എന്താണ് അർദ്ധപരാഗം, എന്താണ് പൂർണ്ണപരാഗം. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മറ്റു സസ്യങ്ങളുടെ മുകളിൽ വളരുകയും അവയിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കാതിരിക്കുന്നതുമായിട്ടുള്ള സസ്യങ്ങൾ. മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിക്കും, പക്ഷെ അവയിൽ നിന്ന് ജലമോ ലവണങ്ങളോ ഒന്നും വലിച്ചെടുക്കാതെ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് ഓർക്കിഡ്. ഇനി അടുത്തത് അർദ്ധപരാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം പാചകം ചെയ്യുന്ന സസ്യങ്ങളെയാണ് നമ്മൾ അർദ്ധപരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും മാത്രം വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്യുന്നുണ്ട്. അർദ്ധപരമായി മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, പരാഗം നടത്തുന്നത്. ഇത്തരത്തിന് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി, ചന്ദനം എല്ലാം അർദ്ധപരാഗ സസ്യങ്ങളാണ്. ഇനി പൂർണ്ണപരാഗ സസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരത്തിനും ജലത്തിനുമായി പൂർണ്ണമായി ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണപരാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ചന്ദനമാണ്. ചന്ദനം അർദ്ധപരാഗ സസ്യമല്ല എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത് അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപകർക്ക് അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭത്തിൽ ചോദിക്കുന്ന ഘട്ടത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, എന്താ പറയുക, എൻഗേജിങ് ആണ്. അന്വേഷണാത്മക പഠനഘട്ടത്തിൽ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ ഘട്ടത്തെ നമ്മൾ എന്ത് പറയുന്നത്, സന്ദർഭത്തിൽ ചോദിക്കുന്ന ഘട്ടത്തെയാണ് നമ്മൾ എൻഗേജ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുജറാത്തിലെ സംസ്ഥാന മൃഗമേത്? ഗുജറാത്തിലെ സംസ്ഥാന മൃഗമേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗുജറാത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്, സിംഹമാണ്. ഏഷ്യാറ്റിക് സിംഹമാണ് ഗുജറാത്തിൻ്റെ സംസ്ഥാന മൃഗം. അടുത്തത് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്, ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. അനാമിക, സൽകീർത്തി, ശക്തി, കിരൺ. ഏതാ റൈറ്റ് ആൻസർ? ശക്തിയാണ്. ശക്തി എന്തിൻ്റെ ഹൈബ്രിഡ് ഇനമാണ്? ശക്തി എന്ന് പറയുന്നത് തക്കാളിയുടെ ഹൈബ്രിഡ് ഇനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച സായുധ സംവിധാനം ഏതാണ്? 2024 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആയുധ സംവിധാനമാണ് ഏത്? ഓപ്ഷൻ സി, പിനാക്കയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായവ യോജിപ്പിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം കറിവേപ്പ് എന്താണ്? കറിവേപ്പ് വേരാണ്. ഇഞ്ചി ഭൂകാണ്ഡമാണ്. ഇലമുളച്ചി ഇലയാണ്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എന്താണ് നമ്മൾ നടുക? തണ്ടാണ്. അപ്പോൾ ശരിയായത് പൂരിപ്പിക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിന്നാറാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സർക്യൂട്ടിലെ വൈദ്യുതി പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ്? അമ്മീറ്റർ ആണ്. നമ്മൾ കറണ്ട് നോക്കാൻ അമ്മീറ്റർ ആണ് വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. നമ്മൾ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് എന്താണ്? വോൾട്ട് മീറ്റർ നമ്മൾ നടക്കുന്നത് വോൾട്ടേജ് കണ്ടെത്താനാണ്. ഓം മീറ്റർ ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസ് പ്രതിരോധം കണ്ടെത്താനാണ്. അൾട്ടിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമുദ്രത്തിലെ ആഴം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. അമ്മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. ഓക്കെ, താങ്ക് യു.